ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സുമിത്ര വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇക്കാര്യം നമ്മൾ അറിയുമായിരുന്നോ സിനി? ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം അവള് പ്രവർത്തിക്കുന്നു എന്നല്ലേ? നവീന്റെ കുടുംബത്തിന് ഇപ്പൊ അവളെ കുറിച്ച് നല്ല അഭിപ്രായമാ. ഇനി അത് മുതലെടുക്കാനാണോ അവള് ശ്രമിക്കുന്നത്? അയ്യോ, ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല മാം. എനിക്ക് ആ പേടിയുണ്ട്. കഴിഞ്ഞ ദിവസം സിനി എന്നോട് ചോദിച്ചില്ലേ, അവളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ചതി ഉണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെ നേരിടണമെന്ന്? എന്തുകൊണ്ടാ നീ അങ്ങനെ ചോദിച്ചേ? നിനക്കെന്തെങ്കിലും സംശയം തോന്നിയാൽ? ഇല്ല മാം, ഞാനത് വെറുതെ ചോദിച്ചതോ. അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് നമ്മളോട് വിളിച്ച് പറഞ്ഞിട്ട് അതേ നേരം നവീനും കുടുംബത്തോടും ഒപ്പം അമ്പലത്തിൽ പോവാം. അവരോടൊപ്പം ഭക്ഷണം കഴിക്കാം. നല്ല ഉദ്ദേശമുള്ള ഒരാളാണെങ്കിൽ അങ്ങനെ ചെയ്യില്ലായിരുന്നു. മമ്മി, സിനി ചേച്ചിയോട് അവളെ കുറിച്ച് അഭിപ്രായങ്ങളൊന്നും ചോദിക്കല്ലേ. സിനി ചേച്ചി ഒന്നും പറയില്ല. അത്രയ്ക്ക് സ്നേഹം അവളോട്. അവൾ ഇവിടുന്ന് നവീന്റെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയപ്പോ വിളിച്ച് കാര്യം ചോദിക്കാൻ പറഞ്ഞതാ ഞാൻ. അപ്പൊ മമ്മി എന്താ പറഞ്ഞത്? എന്റെ വെറുതെയുള്ള സംശയമാണെന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ അവൾ എന്തൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്നേന്ന്? നവീന്റെ വീട്ടുകാരോട് അവള് സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? കിട്ടിയ അവസരം വെച്ച് അവൾ ആ കുടുംബത്തിന്റെ മരുമകളാവാൻ വേണ്ടി ശ്രമിച്ചെങ്കിലോ? അങ്ങനെയൊന്നും നടക്കില്ല മോളെ. ഇനിയും മമ്മി അവളെ ന്യായീകരിക്കരുത്. കുറച്ചു ദിവസം നവീനെ ചുറ്റിപ്പറ്റി നടന്നപ്പോ അവൾക്കങ്ങ് ഇഷ്ടപ്പെട്ട് കാണും. ആ പിന്നെ കളരിക്കലെ സൗകര്യങ്ങളും നവീന്റെ സമ്പത്തിനെ കുറിച്ചും കൃത്യമായി മനസ്സിലാക്കിയപ്പോ ചതിക്കാന്ന് കരുതി കാണും. അവൾക്ക് വളം വെച്ച് കൊടുത്തത് നിങ്ങൾ രണ്ടുപേരുവാ. അവൾ കാണിക്കുന്ന ഈ പൊട്ടത്തരങ്ങൾക്കൊക്കെ ആർത്ത് ചിരിക്കില്ലേ? അവൾക്കെന്തോ പ്രത്യേക തരം കഴിവുണ്ടെന്ന് പരസ്പരം പറഞ്ഞില്ലേ? അതിന്റെ ശിക്ഷയാ രണ്ടുപേർക്കിപ്പോ കിട്ടിയത്. മമ്മി നോക്കിക്കോ, അധികം വൈകാതെ മമ്മിയുടെ മുന്നിൽ വരെ അവള് കൈ കൂപ്പി നിൽക്കും. അറിയാതെ ഞാൻ നവീനെ അങ്ങോട്ട് സ്നേഹിച്ചു പോയി, വേഗം ഞങ്ങളുടെ വിവാഹം നടത്തി തരണമെന്ന്. അതും കൂടി അങ്ങ് ചെയ്തു കൊടുക്കും മമ്മി. അവള് വരട്ടെ. ഇക്കാര്യം അത്ര നിസ്സാരമല്ല. അവളെ ശിക്ഷിച്ചേ പറ്റൂ. മമ്മി ശിക്ഷിക്കാൻ മടിച്ചാല് അവൾക്ക് എന്ത് ശിക്ഷ കൊടുക്കേണ്ടെന്ന് എനിക്കറിയാം. ആ നേരത്തെ നിങ്ങൾ രണ്ടുപേരും അതിന്റെ ഇടയിൽ വന്നു പോരുത്. വാടകക്കാരി വീട്ടുകാരിയാവാൻ നോക്കുന്നോ? കാണിച്ചു കൊടുക്കാൻ ഞാൻ. ഹലോ, കൃഷ്ണ എവിടെയാ? ഞാനേ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനിരിക്കാം. ഞാൻ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാൻ നിൽക്കായിരുന്നു. എന്താ സിനി ചേച്ചി? എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ സിത്താര മാം പറഞ്ഞിട്ടുണ്ട്. മാം നല്ല ദേഷ്യത്തില. എന്തുപറ്റി? എന്താ കാര്യമൊന്നും എനിക്കറിയില്ല. എത്രയും പെട്ടെന്ന് കൃഷ്ണ ഇവിടെ വരുന്നതാ നല്ലത്. മാം ഓഫീസിൽ പോകാൻ വെയിറ്റ് ചെയ്തിരിക്കാം. അയ്യോ, ഞാൻ കൃഷ്ണ എത്രയും പെട്ടെന്ന് വന്നേ പറ്റൂ.